ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. എൻ്റെ വയ്യായികയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇഡലി മുട്ടക്കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് മുമ്പ് എനിക്ക് അൻസുമോക്കായിട്ട് ഒരു ഗ്ലാസ് പാൽ ചായ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് പാലും അല്പം വെള്ളം ചേർത്ത് ആദ്യം അടുപ്പത്തേക്ക് വെക്കാവേ. ഇഡലിക്കുള്ള മാവെടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. മാവിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കണം. മാവ് ഞാൻ പാക്കറ്റ് കടയിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. സാധാരണ ഇഡലിക്കും ദോശയ്ക്കുള്ള മാവ് ഞാൻ വീട്ടിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. വീട്ടിൽ തയ്യാറാക്കുന്ന മാവാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. പാക്കറ്റ് മാവ് വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിൽ പോലും എനിക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാവാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ പാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവേ. 2 തട്ടിലായിട്ടാണ് കേട്ടോ ഇഡലി ഉണ്ടാക്കുന്നത്. സോൾട്ട് ചേർത്ത് നമ്മുടെ മാവൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ എടുത്ത് വെച്ചു. സവാള, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയൊക്കെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡലി വേവിച്ച് മാറ്റിയതിന് ശേഷം നമ്മുടെ മുട്ട വേവിച്ചെടുക്കണം. അതിന് നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് അൻസുമോക്കുള്ള ചായ മാറ്റി വെച്ചേക്കാണ്. അൻസുമോൾ നല്ല ഉറക്കമാണ് കേട്ടോ. അവൾ എണീക്കുന്നതിന് മുമ്പ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഉണ്ടാക്കി, ഇല്ലെങ്കിൽ ഭയങ്കര നിർബന്ധമായിരിക്കും.